ഇമാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. മച്ചാനെ തപ്പടിക്കിട തകിലടിക്കിട നീ അടിറാസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. നടിപ്പ് ചോറായാൽ രസികർ നെഞ്ചേറ്റി നടക്കുമെടാ. തമിഴ് മലനാട് മുംബൈ തെലങ്കാന നിറയെ കട്ടൗട്ട് നിരത്തുമെടാ. നീ കണ്ടാൽ കബാഡി നിൻ കയ്യിൽ തുപ്പാക്കി. നീ കണ്ടാൽ കബാഡി കരുത്തുള്ള കയ്യിൽ തുപ്പാക്കി. കോട്ട് സൂട്ട് പുത്തൻ കൂട്ട് വീട് പിന്നെ ഫോറിൻകാര് വേണം പിന്നെ പോലീസ് എസ്കോർട്ട്. മച്ചാനെ പഠിക്കട തകിലടിക്കട നീ അടിറാസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. മിന്നിക്കും കാലം വന്നാല നീലാകാശത്ത് മായ നക്ഷത്ര കാവിൽ നിന്നാമേടാ. മച്ചാനെ തകിട 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 ദിങ് റസാത്തി ദന്തനകന ദന്തനകന ദിങ്. മച്ചാനെ തകിട 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 ദിങ് റസാത്തി ദന്തകന 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 ദന്തകന. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ശ്രീ ബ്രഹ്മ കലാസമിതി അല്ലേ നിങ്ങളുടെ ഫുൾ ടീമിന്റെ പേര്? അങ്ങനെയാണ്. ഏതാണ് ഒരു ക്യാപ്റ്റൻ? എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ആരോടാണ്? അതോ എല്ലാരോടും ഞാൻ സംസാരിക്കേണ്ടി വരുമോ? ഇതാണ് ക്യാപ്റ്റൻ. രാജാവിന്റെ പേരെന്താണ്? വിഷ്ണു ആണോ ഇത് ഫുൾ കോർഡിനേറ്റ് ചെയ്ത് എല്ലാരും സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സാധനം വേണം എന്ന് പ്ലാൻ ചെയ്ത് കോറിയോഗ്രാഫി ചെയ്യുന്നതൊക്കെ ആണ്? പക്ഷെ വിഷ്ണു ആള് ഭയങ്കര പാവമാണ്. പാവാണ്. ശരി, ചുമ്മാതാണോ? നിങ്ങളിട്ട് കഷ്ടപ്പെടുത്തുവോ? അല്ലേ? ആന്ന് കണ്ടു. ആദ്യത്തെ കഷ്ടപ്പാടായിരുന്നു നിങ്ങൾ തെറിച്ചതാ ഇവിടെ കിടക്കുന്നതെന്നുള്ള മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു കാവടിയായിട്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ അതല്ല. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ഡപ്പാങ്കുത്ത് സ്റ്റൈലിൽ നിങ്ങൾ തുടങ്ങി. പിന്നെ എന്തൊക്കെയായിരുന്നു അതിൽ ആഡപ്പ് ചെയ്തത്? നമ്മള് ഗേൾസിന്റെ സ്റ്റിക്കടിയും കൂടെ ആഡ് ചെയ്തു, പിന്നെ കോൽക്കളി എല്ലാം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വരണം എന്നുള്ളത് ആരുടെ ആയിരുന്നു? അല്ല, നമ്മള് സീസൺ ടൈമിൽ നമ്മള് കാവടിയായിട്ട് ഇപ്പോൾ 10 വർഷമായി നമ്മൾ കാവടി ഫീൽഡിൽ പോകുന്നു. റോഡ് ഷോ ആണ് ഉത്സവ ഘോഷയാത്രകളിൽ. അങ്ങനെ കഴിഞ്ഞ സീസണിൽ ഒരു ഘോഷയാത്രയിൽ കണ്ടുമുട്ടിയതാണ് ഈ ടീമിനെ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ഉത്സവങ്ങളിലും ഓരോ സീസണിൽ വെറൈറ്റീസ് ആണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അപ്പം ഈ ഒരു സീസണിലേക്ക് നമ്മൾ കോംബോ ആയിട്ട് ക്ലബ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ആലോചിച്ചു. നിങ്ങൾ എല്ലാവരും ഒരേ നാട്ടിൽ തന്നെയാണോ വരുന്നത്? ഞങ്ങൾ ബോയ്സ് എല്ലാവരും ചക്കുളത്തുകാവാണ്. ബോയ്സ്. ഗേൾസ് അമ്പലപ്പുഴ എന്ന് വരുന്നവരുണ്ട്, ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്തുനിന്ന് വരുന്നവരുണ്ട്. അടിപൊളി. അപ്പൊ കോട്ടയംകാരിലേക്ക് ഞാൻ ആദ്യം കണക്ട് ചെയ്യാം അല്ലേ ബക്കർ ചേട്ടാ? ഗംഭീരൻ, കളർഫുൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. താങ്ക് യു. കാരണം നമ്മൾ ഈ കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ കേരളത്തിന്റെ ഇത്രയും എന്താ പറയാ തനത് ഒരുപാട് കലകളുള്ള സാംസ്കാരികമായിട്ടൊക്കെ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. തീർച്ചയായിട്ടും ഈ ഒരു ദിവസം നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമും കൊണ്ട് വന്ന നിങ്ങൾക്ക് ആദ്യം അഭിനന്ദനങ്ങൾ. അത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വളരെ വെറൈറ്റി ആയിട്ട് കുറേ സംഗതികൾ കൊണ്ടുവന്നു. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ആ എൻഡിൽ മറ്റേ കട്ടപ്പനയിലെ ആ പാട്ടങ്ങോട്ട് വന്നിട്ട് ഈ സാധനം പറക്കുന്നൊരു സംഭവം, ഒരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ട്. ഈ തീ പറക്കുന്ന പോലെ ഒരു നീല കളർ ഇങ്ങനെ. അത് കഴിഞ്ഞതിന് ശേഷം ഈ സാധനത്തിന്റെ മുകളിൽ നിന്ന് ഡാൻസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടില്ലേ? പെൺകുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പ് ആവാൻ സാധ്യതയുള്ള, എന്നിട്ട് പോലും നിങ്ങളത് മാനേജ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്, കളർഫുൾ, അടിപൊളി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ ഒന്നാമത്തെ നല്ല വിഷ്വൽ ട്രീറ്റ് അത് ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്തു. നല്ല എനർജി ഉണ്ടായിരുന്നു, പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും. പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി പ്ലസ് ആയിട്ടുള്ള സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്ത് കലാഭവമണിയുടെ പാട്ട് ആദ്യം എടുത്തു.
അതുമായിട്ട് കണക്ട് ചെയ്ത് ഇപ്പം ഞാനും മണിയും കൂടി ആയിരുന്നു ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോ ചെയ്തിരുന്നത്. പക്ഷെ ഞങ്ങൾ പോലും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഞങ്ങൾ അന്ന് ചെയ്തിട്ടില്ല. പക്ഷെ മണിയുടെ പാട്ടിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ആടാൻ പറ്റിയ ഒരു സോങ് കൂടി വേണമെന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ എന്ന് പറയുന്നു. ആ പാട്ട് നിങ്ങൾ സെലക്ട് ചെയ്തത്, ഞാൻ മ്യൂസിക് ചെയ്ത്, ഇവൻ അഭിനയിച്ച പടത്തിൽ ഇവർ സ്ക്രിപ്റ്റ് ചെയ്ത് ആ പടത്തിലെ ആ പാട്ട് തന്നെ ആയി വരുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ മനസ്സിലുള്ള സംഗീതം നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു അഭിമാനം ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിനേക്കാൾ നമ്മൾ സാധാരണ കഴിയുമ്പോൾ ഈ കാവടിയുടെ ഇത് മാത്രമേ കാണുന്നുള്ളൂ. അതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം ഒളിഞ്ഞെടുക്കുന്ന കാര്യം നമുക്കറിയില്ല. ഇനി വേറെ കാര്യം ചെയ്യണോട്ടാ, പല കളേഴ്സ് ഇല്ലേ, പല കളേഴ്സ് വരെയാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഭംഗി. അല്ല, ഇക്കക്ക് അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇക്ക മഞ്ഞ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് വെച്ചേക്കണ കാരണം ഇല്ലടാ, ഇത് നീലാണ് വീണത്. കാവടി നിങ്ങൾക്ക് പല കളർ കൊണ്ടുവരായിരുന്നു, എന്തിനെല്ലാം മഞ്ഞ കൂട്ടുന്നത്? ഇവര് കളർഫുൾ ആയിട്ട് ഒരു സാധനം ചെയ്തു എന്നാ പറഞ്ഞത്. അതായത് ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫ്ലാഗിന്റെ കളറിൽ ചെയ്തു. അടിപൊളി അടിപൊളി, സൂപ്പർ. യെസ് വിഷു ചേട്ടാ. അല്ല, പവർ പാക്ക് ആയിരുന്നു, ഗംഭീരം എന്ന് പറഞ്ഞാൽ അടിപൊളി. ഈ സാധനം വീഴണമായിരുന്നു നമുക്കൊരു വാവ് ഫാക്ടർ കിട്ടിയ മൊമെന്റ്. ഈ അതിനു മുമ്പുള്ള പരിപാടികളൊക്കെ രസമായിട്ട് ഇങ്ങനെ പോയി, അടിപൊളി. എല്ലാവരും സൂപ്പർ ആയിരുന്നു കേട്ടോ. സൂപ്പർ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഷോകൾ നിങ്ങൾക്ക് കിട്ടട്ടെ. ഇനിയും ഇവിടെ വരട്ടെ. കേരളപ്പിറവി സ്പെഷ്യൽ എപ്പിസോഡ് ഇത്രയും അടിപൊളിയായിട്ട് കളർഫുൾ എന്ന് പറയുന്നതിനെക്കാട്ടിലും കളർ വാരി വിതറി ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. യെസ് മാസ്റ്റേഴ്സ്, ഇനി അവിടുന്ന് ഓരോ സ്റ്റാർസ് ഇങ്ങോട്ടേക്ക് വാരി വിതറിക്കോ. 4 stars. 4 stars. സൂപ്പർ. കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വന്നിട്ട് നിങ്ങൾക്ക് 4 stars ആണ് ലഭിക്കുന്നത്. അത് നൽകുന്നതിനെ നമുക്ക് നാദിക തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് നാദിക. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ മാസ്റ്റേഴ്സ് എല്ലാരും കൂടെ ചേർന്ന് നൽകിയിരിക്കുന്നത് 4 സ്റ്റാർ ആർട്ട് എന്നുള്ള ലേബിളാണ്. നമ്മുടെ ശ്രീ ബ്രഹ്മ കലാ സമിതിക്ക് നേടുന്നു 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്ന ലേബൽ. അതോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. ഇത് ലണ്ടൻ ക്ലാസിക്കിന്റെ അടിപൊളി ഷർട്ടാണ്. തൽക്കാലം നമ്മൾ വിഷ്ണുവിന് നൽകുകയാണ്, പക്ഷെ ഇത് എല്ലാവർക്കും ലഭിക്കും. ഓക്കെ.